മോചിപ്പിച്ച ബ്രഹ്മസ്വരൂപനായിട്ടുള്ള ആ ശ്രീ ശുഗന് നമസ്കാരം. നമ്മളിപ്പോ എന്താ പറയാ, ബദ്രിനാഥ് പോയപ്പോ അവിടെ നിന്ന് ഞങ്ങള് ശ്രീ ശുഗ മുനിയുടെ ഈ പോയിട്ടോ, പരീക്ഷിത്ത് മഹാരാജാവിന് ശ്രീ ശുഗ മുനി ഭാഗവതം ഉപദേശിച്ചു കൊടുത്ത സ്ഥലവും ആ വടവൃക്ഷവും ഒക്കെ ശ്രീ ശുഗമുനി അന്ന് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു വടവൃക്ഷം അവിടെയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ യൂട്യൂബില് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്, പോയി കണ്ടോളൂ. അങ്ങനെ വലിയ ആ ഒരു എന്താ പറയാ വിശാലം. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ താഴത്തോടെയാണ് അതിന്റെ കമ്പൊക്കെ പോയിരിക്കുന്നത്. എന്നിട്ട് താഴെ തറയിൽ തട്ടണോന്ന് പറഞ്ഞിട്ട് അതിൽ കല്ല് വെച്ചിട്ട് അതിന്റെ മേലെയാണ് അതിന്റെ കമ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വളർത്തി. അത് ഒരു എന്താ പറയാ, ഒരു പൊറൽ പോലും കേൾക്കാൻ നല്ല ഭംഗിയിൽ ഒരു പ്രത്യേക രീതിയിലാണ് ആ മരത്തിന്റെ വളർച്ച. താഴെ തട്ടിൽ നിന്ന് മരത്തിനാകെ ഇത്ര നീട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെമ്മുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം ശാഖകളായി പിരിഞ്ഞു ഇങ്ങനെ വട്ടത്തിൽ നല്ല രസമാണ്. അത് ശ്രീ ശുഗ മുനി അദ്ദേഹം നട്ട അരയാൽ മരമാണത് എന്ന് പറഞ്ഞ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഇതായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതിന് ചുവട്ടിലൊരു കുഞ്ഞ അമ്പലമാണ്.